ഇത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അതാണ് നമ്മളെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് ആ ഭാഗത്ത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതാണ്ടല്ലേ, ഇത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ടല്ല, ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അപ്പോൾ നമ്മളൊരു പുതിയ യാത്ര പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ആദ്യം അകത്ത് പോയി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും ഞാൻ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ. അപ്പോൾ ചേട്ടനും അനിയത്തിയായിട്ടാണ് എന്നെ ഇവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത് കേട്ടോ. എയർപോർട്ട് അത്യാവശ്യം വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ വണ്ടി പാർക്കിങ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാകും പാർക്കിംഗ്, ഇവിടെ ഡൊമസ്റ്റിക്കിൽ എത്ര രൂപയാണ് പാർക്കിംഗ് ഫീസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അകത്ത് പോയി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം കാണാം. കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഗേറ്റ് നമ്പർ വരുന്നത് 3 ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് വൈകിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അതാണെങ്കിൽ ഗുവാഹട്ടിയിലോട്ടാണ് വൈകിട്ടുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗുവാഹട്ടി പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അടുത്തിനി എങ്ങോട്ടാണ് പോകണമെന്നും എന്താണ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ എന്ന്. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ ലോഞ്ച് ഉണ്ട് കേട്ടോ, ഡൊമസ്റ്റിക് ലോഞ്ച്. പക്ഷേ ലോഞ്ച് എന്തോ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലായിരുന്നു ഞാൻ അതിൻ്റെ അകത്ത് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോകുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 1:30-ക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ സമയം 11:30 ആയിട്ടേ ഉള്ളൂ. എനിക്കൊന്ന് 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ അത്യാവശ്യം കുറേ ചെറിയ സ്റ്റോളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഡൊമസ്റ്റിക് നമ്മൾ തിരുവനന്തപുരം വഴി യാത്ര ചെയ്തിട്ട് കുറേ ആയി, അതുകൊണ്ട് ഒരു പിടിയില്ല. ഇതിനു മുമ്പെയൊക്കെ എന്താണ്ട് അവിടെ 2-3 സ്റ്റോളൊക്കെ ഉണ്ട്. പിന്നെ ഗേറ്റ് നമ്പർ 1ഉം 2ഉം വരുന്നത് നമ്മുടെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പടി കയറിയാണ് മുകളിൽ വരുന്നതെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് സൈഡാണ് 1ഉം 2ഉം ഗേറ്റ് വരുന്നത്. പിന്നെ 3ഉം 4ഉം വരുന്നത് എന്താ ഈ ഭാഗത്തായിട്ടാണ് 3ഉം 4ഉം വരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും, ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. സീറ്റ് റൂമും നമ്മൾ ഇരിക്കുമ്പോഴേ നമ്മുടെ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതുകൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, അത് നമ്മുടെ പാർക്കിംഗ് ഫീസിൻ്റെ കാര്യമാണ്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് വേണം ഒരു 10-15 മിനിറ്റോളം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അവർ പോയപ്പോൾ അവരിൽ നിന്ന് 100 രൂപയാണ് പാർക്കിംഗ് ഫീസായിട്ട് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേണം 10 മിനിറ്റാണെന്ന് തോന്നുന്നു ഫ്രീ പാർക്കിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓരോ മണിക്കൂറിന് 100 രൂപ വെച്ച് ചാർജ് ചെയ്യുമായിരിക്കണം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എൻക്വയറി ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് എവിടെയെങ്കിലും ഞാൻ ഡീറ്റെയിൽ കൊടുത്തിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മുടെ ഗേറ്റ് നമ്പർ 1ഉം 2ഉം വരുന്നില്ലേ, ആ ഭാഗത്താണ് ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിലായിട്ടുണ്ട്. പിന്നെ അവിടെ വിലയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ആ വില ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുക. ഇപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഫുഡ് സ്റ്റോളിൻ്റെ വില കാണിച്ചില്ലേ, അതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില മാത്രമേ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇവിടെ എനിക്ക് തോന്നുന്നു 5ഓളം ഫുഡ് സ്റ്റോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ വില എടുത്ത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ എല്ലായിടം ഒട്ടിച്ച് വെച്ചിട്ടില്ല, എല്ലാവരും ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നേനെ. പിന്നെ ഇപ്പോൾ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ അതിവിടെ ഈ ഒരു പാലം ഉള്ളതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ട്. എനിക്ക് തോന്നുന്നു അത് മുംബൈയിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണ്, ട്രിവാൻഡ്രം ടു മുംബൈ. ഞാൻ നേരത്തെ നമ്മളെ ബോർഡിംഗ് ഗേറ്റിൽ നിന്ന ആൾക്കാരെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മുംബൈയിലോട്ടാണ് പോകുന്നത് ഫ്ലൈറ്റ്. അപ്പോൾ ഇത്തരം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നതുവരെ നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ സമയം 12:03 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേരെ ബാംഗ്ലൂർ പോകാം.
പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല അഫോർഡബിളിന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 ആഴ്ച കിടക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3000 തൊട്ട് ഒരു 6000 രൂപയുടെ അകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട്. പിന്നെ നമ്മൾ എമർജൻസി ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 5000 രൂപ തൊട്ട് 10000 രൂപ വരെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോകാനായിട്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ അകത്ത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എപ്പോഴും 2-3 പേരുണ്ടെന്ന് തോന്നുന്നു ഇത് തൂത്ത് തുടയ്ക്കാനായിട്ട്. പിന്നെ വേണ്ട ഇവിടെ തുടയ്ക്കുന്ന ആ ഒരു ഇതൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, മോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിവിടെ ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആണ് കേട്ടോ. നമുക്കിവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഇവിടെ കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെടുത്ത് ചൂട് വെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, പിന്നെ നോർമൽ വാട്ടറും ഉണ്ട്. നമ്മളത് വെള്ളം കുടിക്കുന്ന ആൾക്ക് ഇവിടെ നിന്ന് വെള്ളം കുടിക്കാം. ചുമ്മാ നമ്മളെ ആ സ്റ്റോറൊക്കെ പോയി വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറൂടെ വെയിറ്റ് ചെയ്താൽ മതി. എനിക്ക് വേണ്ടിയിപ്പം ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ ചാൻസ് മിക്കവാറും കാണും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗേറ്റ് നമ്പർ 1-ൻ്റെയും 2-ൻ്റെയും ആ ഒരു ഭാഗത്തായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ലും 4-ലും നല്ല തിരക്കാണ്. എൻ്റെ ഗേറ്റ് നമ്പർ വരുന്നത് 3 അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നല്ല അഫോർഡബിളിന് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2500 രൂപയ്ക്ക് വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലോട്ട് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എമർജൻസി ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 5000 രൂപ തൊട്ട് 10000 രൂപ വരെ ആവും. അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച് കാണാം കേട്ടോ. ഞാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ നമ്മൾ ഇരിക്കുന്നില്ലേ സീറ്റ്, അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മളെ ലെഗ് സ്പേസ് എത്ര ഉണ്ട് അത് കാണിച്ചു തരാം. പിന്നെ എന്തോന്ന് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൻ്റെ അകത്ത് വെച്ച് കാണാം. ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാകുമ്പോൾ എനിക്ക് വേണം തമ്മിലിടാനായിട്ട് ഫ്ലൈറ്റിൻ്റെ ഒരു ഫോട്ടോയും കിട്ടും അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് നമ്മൾ വന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗേറ്റ് നമ്പർ 3 വരെ വരുന്നവർക്ക് നേരെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഈ ബ്രിഡ്ജിൽ കൂടെ കയറി വരാവേ. അപ്പോൾ ഗേറ്റ് നമ്പർ 4 കൂടെ ആണെങ്കിൽ ബസ്സിൽ വന്നിട്ട് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഗേറ്റ് നമ്പർ 4. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാൻ പറ്റുമല്ലോ. നിങ്ങൾ കൂടെ കാണിച്ചു തരാം. കാണില്ലേ ഫ്ലൈറ്റിൻ്റെ ടയറൊക്കെ നമ്മളെ കാറിൻ്റെ 2-3 ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു ടയറിൻ്റെ സൈസ്. എഞ്ചിനാണ്. ഇതുവഴിയാണ് നമ്മളെ ലഗേജ് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് ലോഡ് ചെയ്യുന്നത്. ഈ സാധനം കണ്ടില്ലേ, ഇത് ഇതോ ഇരിക്കുന്നത് കണ്ടോ ലഗേജ്, ഫ്ലൈറ്റിന് ആൾക്കാരുടെ ലഗേജാണത്. അപ്പോൾ അത് ഇവിടെ റാക്ക് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ലഗേജ് വെക്കുമ്പോഴത്തേക്കും നേരെ ഇതിൻ്റെ അടിയിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ലഗേജൊക്കെ. അപ്പോൾ ലഗേജ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ. അവിടെ കാണിച്ചിട്ട് ഇതുവഴി നേരെ അകത്തോട്ട് നടന്നു പോകണം. ഇതൊരു അടിപൊളിയാണ് കേട്ടോ. കുറേ വർഷങ്ങളായി ഞാനിങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട്. പിന്നെ ഇത് എയർബസിൻ്റെ A320യുടെ എയ്റോപ്ലെയിനാണേ. ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാം. ഇത് നമ്മുടെ ഡൊമസ്റ്റിക് വിമാനത്താവളമാണേ. ഇൻ്റർനാഷണൽ വിമാനത്താവളം കാണിച്ചു തരാം. അതോ ഇരിക്കുന്ന കണ്ടില്ലേ, അതാണ് നമ്മളെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് ആ ഭാഗത്ത്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ. അപ്പോൾ നമുക്കിനി ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നോക്കാം. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 170 സെൻറ്റിമീറ്ററിന് മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമ്മുടെ എക്കോണമി സീറ്റിൽ മുട്ടൊക്കെ ഫ്രണ്ടിലത്തെ സീറ്റിൽ തട്ടാതെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ടേക്ക് ഓഫ് ആണ്. ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ടേക്ക് ഓഫ് എടുത്ത് വെച്ചിട്ടുണ്ട്.
another before time arrival Indigo Standard Time. We welcome you to Bengaluru Terminal 1. We request you to close the window shades and open the air vents after the doors open. If you're connecting flighters from another terminal, please follow the signage and for further assistance approach your ground team. Thank you. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ കയറാൻ പോകുന്നത് ബസ്സിലോട്ടാണ്. ബസ്സിൽ കയറിയിട്ട് നമുക്കിനി എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് കാണാതെ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്തൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ പോയി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം. അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 6:15 അത് ഗുവാഹട്ടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതുവരെ സമയം ഇവിടെ എവിടെയെങ്കിലും ചിലവഴിക്കണം. ഇവിടെ ലോഞ്ചുണ്ട്. ലോഞ്ചിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് നേരം അവിടെ പറ്റുകയാണെങ്കിൽ കയറണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം, പിന്നെ റെസ്റ്റ് ചെയ്യാം കുറച്ച് നേരം. അപ്പോൾ എല്ലാ കാർഡിനും അവൈലബിൾ അല്ല. എനിക്കാണ് ചില സെലക്റ്റഡ് കാർഡ് മാത്രമേ അവർ ലോഞ്ചിൻ്റെ അകത്ത് എടുക്കുന്നുള്ളൂ. ഈ 2 രൂപ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 2 രൂപ ഒരു ചാർജ് ഈടാക്കുന്നത്. ആ 2 രൂപ നമുക്ക് റീഫണ്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ബാംഗ്ലൂരിൻ്റെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്ര വലിയ എയർപോർട്ടാണ്. പിന്നെ നമ്മളൊന്നും ഇറങ്ങില്ല. ആ ഒരു ഭാഗമാണെങ്കിൽ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് മാത്രമേ നിർത്തി വിട്ടിട്ടുള്ളൂ, വേറെ ഒരു ഫ്ലൈറ്റും ഇല്ല. പക്ഷെ അടിപൊളി. എന്തായിരുന്നാലും നമുക്ക് ലോഞ്ചിൻ്റെ അവിടെ പോയിട്ട് കാണാം കേട്ടോ. ലോഞ്ചിൻ്റെ അവിടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇവിടെ എന്തായാലും ലോഞ്ച് ഓപ്പൺ ആയിരിക്കും, ഉറപ്പാണ്. ഞാനിപ്പോൾ ലോഞ്ച് തപ്പിയാണ് നടക്കുന്നത് കേട്ടോ. നമ്മുടെ ലോഞ്ച് ഇവിടെ എവിടെയാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലായിട്ടാണെന്ന് തോന്നുന്നു ലോഞ്ച് വരുന്നത്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ ഗേറ്റ് നമ്പർ വരുന്നത് 2 കേട്ടോ. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിക്ക് പോകുന്നില്ലേ ഫ്ലൈറ്റ്, അത് ഗേറ്റ് നമ്പർ വരുന്നത് 2. ആ ലോഞ്ച് ഇവിടെ തന്നെ. അതുകൊണ്ട് അവിടെ ആൾക്കാർ ക്യൂ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവിടെ കയറണം. ഞാനാണെങ്കിൽ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. കയറാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ എന്തായാലും ലോഞ്ചിൻ്റെ അകത്ത് കയറിയിട്ട് കാണാതെ. ഞാൻ ലോഞ്ചിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ലോഞ്ചിൻ്റെ അകത്ത് കയറിയിട്ട് ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്തൂരി റൊട്ടിയാണ്. തന്തൂരി റൊട്ടിയും ചിക്കനും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം എങ്ങനെയാണ്. പിന്നെ അതുമല്ലാതെ നമ്മൾ ലോഞ്ചിൽ ഇതിപ്പോൾ കാർഡുള്ളതുകൊണ്ട് 2 രൂപ ചിലവാക്കിയാണ് നമ്മളിപ്പോൾ അകത്ത് കയറിയത്. അല്ല എങ്കിൽ നമ്മൾ ഒരാൾക്ക് 2350 രൂപ ഒരാൾക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. എന്ന് പറഞ്ഞാൽ കാർഡോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ബാങ്ക് തരുന്നൊരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ലോഞ്ച് ആക്സസ് ഒക്കെ അത് ഒരുപാട് കാർഡിനുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് എൻ്റെ ഒരു 3 കാർഡിന് എനിക്കാണ് ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചപ്പോൾ 2 കാർഡിന് ഇപ്പോൾ ഇവിടെ കൺഫേം ചെയ്തു. പക്ഷേ ഒരു കാർഡ് ഉണ്ട്, അത് ഞാൻ എടുത്തില്ല, വീട്ടിലാണ്. അപ്പോൾ എന്തായാലും ഈ ഫുഡ് കഴിക്കണം. നേരത്തെ ഒന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ കാപ്പി കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ ബൊഫേ സിസ്റ്റമാണ് കേട്ടോ ആ ഭാഗത്തായിട്ട്. ഇവിടെ പക്ഷേ വലിയ ഫുഡ് എടുക്കുന്ന അവിടെ തിരക്കുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഈ ഇരിക്കുന്ന ഭാഗത്തൊന്നും അങ്ങനെ വലിയ തിരക്കില്ല. കാരണം നല്ല വലിയ ഏരിയയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ആൾക്കാർ ഇരുന്ന് കഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് ഫുഡ് റിവ്യൂ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ നേരെ അറിഞ്ഞൂടാ. അല്ലായിരുന്നെങ്കിൽ കുറച്ചൊക്കെ എടുക്കാൻ. പിന്നെ അവിടെ കുറച്ച് ലേഡീസൊക്കെ ഉണ്ട്. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി വീഡിയോസൊന്നും എടുക്കാത്തത്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ആദ്യം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയാണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം. ഈ വെജിറ്റബിൾ തന്നെ കഴിച്ച് നോക്കാം. ഇത് ഫുള്ള് പയറും പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെനിക്ക് പറഞ്ഞത് നമ്മുടെ ഈ പിസയിലൊക്കെ ഇടൂലേ സാധനമാണ്. ഇത് ചെറുതായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അവർ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇത് സാധാ കടലയാണ്. നമ്മളെ സാധാ കടലല്ല, സോറി, നമ്മുടെ നാട്ടിലൊക്കെ ഇത് വൻപയറെന്നാണ് പറയുന്നത് ഇതിന്. പിന്നെ ചെറിയ പയറുണ്ട്. എനിക്കിതിൻ്റെ പേര് മാത്രം ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഈ സാധനത്തിൻ്റെ ക്യാപ്സിക്കണും പിന്നെ പയറും സാധനം കൊള്ളാം കേട്ടോ. ഞാനിത് കഴിച്ചിട്ട് അത് കഴിച്ചു നോക്കി. ഇനി അടുത്ത് സാൻഡ്വിച്ച് കഴിക്കും. ഇത് ചിക്കൻ സാൻഡ്വിച്ചാണേ, കൊള്ളാം കേട്ടോ. ഇത് അടിപൊളി. കണ്ടില്ലേ, അകത്ത് അവർ ചിക്കനൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനും തന്തൂരി റൊട്ടിയും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ലോഞ്ചിൻ്റെ അകത്ത് കയറില്ലേ, അപ്പോൾ നമുക്ക് 3 മണിക്കൂറാണ്
ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. ഞാൻ 3:15 കയറി, എനിക്ക് 6 മണി വരെ ഇരിക്കാൻ തോന്നുന്നു. അതിൻ്റെ ഫ്ലൈറ്റ് 6:15, അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് പോകണ്ടേ. ഞാൻ ഒരു 5 മണി വരെ, ഒരു 5:30 വരെ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങും. 5:30 വരെ ഇരിക്കില്ല, 5:15 വരെ ഇരുന്നിട്ട് ഞാൻ ഇറങ്ങും. പിന്നെ അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയിരിക്കാം. എനിക്ക് ഗേറ്റ് നമ്പർ 2 വരുന്നത്. ആ ബോർഡിംഗ് പാസ് പോക്കറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളി. കഴിച്ച ഇത്രയും ഈ സാൻഡ്വിച്ചും കൊള്ളാം, ഇതും കൊള്ളാം. പയറും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ സമയമാണെങ്കിൽ 5:15 അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം എന്ന് പറയുമ്പോൾ 6:15. ഇനി 1 മണിക്കൂറുടെ ഉള്ളൂ. അപ്പോൾ ഞാൻ അരമണിക്കൂർ മുന്നേ വന്നാൽ മതി ഇങ്ങോട്ട്. എങ്കിലും പിന്നെ ഞാൻ കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ വിചാരിച്ചു. ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഗേറ്റ് നമ്പർ 2 എനിക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഗുവാഹട്ടിയിലോട്ടാണ് ഫ്ലൈറ്റിൻ്റെ ടോട്ടൽ സമയം എന്ന് പറയുമ്പോൾ 3 മണിക്കൂറാണ്. പിന്നെ ഫ്ലൈറ്റിൽ കോസ്റ്റ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് എടുക്കുന്നെങ്കിൽ നല്ല പൈസയാവും. എനിക്ക് നല്ല 10-12 രൂപയൊക്കെ ആവുമെന്ന് തോന്നുന്നു. ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ റേറ്റ് നോക്കിയപ്പോൾ. അതിന് മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ 2 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയ സമയത്ത് ഫ്ലൈറ്റിൻ്റെ ചാർജ് 7,000+ വന്നത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് വേണം നമ്മൾ ചിലപ്പോൾ 1 മാസം മുന്നേ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്താണ് പോകണമെങ്കിൽ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ബാംഗ്ലൂർ വെച്ച് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് കുറച്ച് കാശ് കുറവായിരിക്കും. ഇതിപ്പോൾ 7,000-ന് മുകളിൽ വരുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലോട്ട്. 3 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ എല്ലാം കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും കുറവാണ്. ഞാനാണെങ്കിൽ ഒരു അബദ്ധം കാണിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കേബിൾ ഉണ്ടല്ലോ, പവർ ബാങ്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ കേബിള് നമ്മുടെ ലഗേജിൽ ബാഗ് ഇട്ടില്ലേ, അതിൻ്റെ കൂട്ടത്തായിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും വേറെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ട്രൈബ്സൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ അവരുടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ബാഗ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല വിലയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് ഒഴിഞ്ഞ് നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല നമ്മളിങ്ങനെ വ്ളോഗ് കണ്ടിങ്ങനെ നടക്കുമ്പോഴേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് കാണാം. ഞാൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത്, ലാൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, അതേപോലെ ഗുവാഹട്ടിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ശശിയായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. 29C ആണ് സീറ്റ് നമ്പർ വരുന്നത്. ഏറ്റവും ബാക്കിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ മുടിഞ്ഞ ക്യൂ, ഒരു രക്ഷയില്ല. ഞാനിവിടെ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഏതാണ്ട് അവിടെ ഇരിക്കുന്ന 2 പയ്യന്മാർ, അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുത്ത് തരാൻ പറ്റുമെന്ന്. അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എടുക്കുമെന്നൊരു പിടിയില്ല. ഞാനിപ്പോൾ ഏറ്റവും ബാക്കിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. എങ്കിലും ലെഗ് റൂമും കാര്യങ്ങളൊക്കെ കൊള്ളാൻ. ഇവിടെയും നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ, അതേപോലത്തെ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ. അതേ സെയിം തന്നെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീഡിയോ എടുക്കുന്നത് ഞാനല്ല കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ 2 പയ്യന്മാരിൽ കൊടുത്തിട്ട് അവരാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. പക്ഷേ വീഡിയോയും കാര്യങ്ങളൊന്നും വലിയ ക്ലിയറില്ല. എങ്കിലും ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നമ്മുടെ രാത്രി കാഴ്ചകളൊക്കെ. പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് വിട്ടിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ. ഗുവാഹട്ടി എയർപോർട്ടിൻ്റെ അകമാണേ നമ്മളിപ്പോഴീ കാണുന്നത്. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ളത് പാൾട്ടൺ ബസാറിലോട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എയർപോർട്ടിന് പുറത്തിറങ്ങണം. പുറത്ത് നമ്മുടെ 2 ചേട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരും പാൾട്ടൺ ബസാറിലോട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കണം, ഞാൻ അവരോടെ പോയിട്ട് പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നമുക്ക് ടാക്സി ചാർജ് കൊടുത്തു കഴിഞ്ഞാലേ വലിയ കാശാവില്ല. എന്തായാലും നമുക്ക് പുറത്തിറങ്ങണം എയർപോർട്ടിൻ്റെ അകത്ത്. ഇപ്പോൾ സമയം 9:45. യാത്രയും കാര്യങ്ങളൊക്കെ നല്ല ടെർബുലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തത് തൊട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നത് വരെ നല്ല കുലുക്കമൊക്കെ ആയിരുന്നു. എങ്കിലും കുഴപ്പമില്ല, യാത്ര ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ടാക്സിയോ ഓട്ടോയോ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് പോകണം നേരെ പാൾട്ടൺ ബസാറിലോട്ട്. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവിടെ പോയിട്ട് അവനെ കാണിച്ചു തരാം. നിങ്ങളവനെ കണ്ടിട്ടില്ല ആരും, വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. പുള്ളിക്കാരൻ്റെ വീട് ഹരിയാനയിലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാവേ.
നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ക്യാബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 പേര് ഇരിപ്പുണ്ട് ഫ്രണ്ടിൽ. പക്ഷേ നമ്മളെ നാട്ടിലൊന്നും നടക്കൂല, ഇവിടെ കുഴപ്പമില്ല. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ വെട്ടമില്ല കേട്ടോ, എല്ലാവരും കറക്റ്റ് കാണിച്ചു തരായിരുന്നു. ചേട്ടൻ്റെ പേര് അനുരാഗ്, ചേട്ടൻ്റെ പേര് ശ്രീരാജ്. 2 പേര് ആർമിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് അവരെ ഫേസ് കറക്റ്റായിട്ട് കാണാം. പിന്നെ ഇവർ നമ്മൾ ബുക്ക് ചെയ്തില്ലേ ക്യാബ്, ഇത് നമുക്ക് 3 പേർ കൂടെ 750 രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പാൾട്ടൻ ബസാർ വരെ. അപ്പോൾ ചേട്ടനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. നമ്മൾ 2 പേരും അവിടെ ഗുരുദ്വാര ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് നേരെ വന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്, ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ നടന്നു പോകാനായിട്ടുണ്ട് നമ്മുടെ ഗുരുദ്വാരയിലോട്ട്. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് വെച്ച് പരിചയപ്പെട്ടില്ലേ ചേട്ടന്മാരെ, അവരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ 1 കിലോമീറ്റർ കൊണ്ടുവിടാനായിട്ട് എനിക്ക് 100 രൂപയോ 150 രൂപ കണ്ട കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ, അപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് കുഴപ്പമില്ല, അവൻ നടന്ന് വരാം ഇങ്ങോട്ട്, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ വണ്ടിക്കകത്ത് വെച്ച് പരിചയപ്പെട്ട ചേട്ടന്മാരെ കാണിച്ചു തരാം. അപ്പോൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ പേര് അനുരാഗ്. ചേട്ടൻ ആർമിയിലാണ്. അപ്പോൾ ഈ ചേട്ടനും ആർമിയിലാണ്, ഈ ചേട്ടൻ ഡിഫൻസിലാണ്. ചേട്ടൻ ഏതിലാണ്? ആർമഡ് ഫോഴ്സ്. ചേട്ടൻ്റെ പേര് ശ്രീരാജ്. നമ്മൾ വണ്ടിക്കകത്ത് പക്ഷേ 2 പേര് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ടാണ് നമുക്ക് മുഖം കാണാൻ പറ്റാത്തത്. ഓ താങ്ക്സ് ചേട്ടാ. ചേട്ടാ എല്ലാവരും സത്യം പറഞ്ഞാൽ വലഞ്ഞു പോകുമായിരുന്നു കേട്ടോ. അവിടെ എയർപോർട്ടിൽ നിന്ന് ഒരു നല്ല റേറ്റാണ് ചോദിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ. ഹിന്ദി നല്ലവണ്ണം അറിഞ്ഞില്ല എങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ബൽവിന്ദർ ഭയ്യ വരുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും റെയിൽവേ സ്റ്റേഷനിൽ. താങ്ക്സ് ചേട്ടാ. നമ്മുടെ ബൽവിന്ദർ ഭയ്യ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടന്മാരുടെ യാത്ര വേണ്ടെങ്കിൽ ഇറങ്ങാം ചേട്ടാ. അപ്പോൾ ശരി ചേട്ടാ, കാണാം. ശരി ചേട്ടാ. അവൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബൽവിന്ദർ. ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഐ എം ജസ്റ്റ് വ്ളോഗിങ്. ഇവനെ നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. എൻ്റെ ഫോണിലാണെങ്കിൽ 1% ഉള്ളൂ ചാർജ്. ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. അവിടെ പോയിട്ട് ചാർജിനിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നത് ഇപ്പോൾ ഇവിടെ ഗുരുദ്വാരയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഗുരുദ്വാരയിൽ 2 പേര് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെറിയ ബെഡും കാര്യങ്ങളൊക്കെ തരും. അത് നമ്മൾ അവിടെ തറയിൽ വിരിച്ചിട്ട് വേണം കിടക്കാൻ. എന്ന് പറഞ്ഞാൽ കോട്ടൺ ബെഡാണ്, അത് വിരിച്ചിട്ട് കിടക്കണം. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ കൊണ്ടുവിടാനായിട്ട് നമ്മളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന ആ ക്യാബിലെ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ചോദിച്ചത് 200 രൂപയാണ് കൂടുതൽ ചോദിച്ചത്. 200 റുപ്പീസിന് യു വാസ് ആസ്കിങ്. 200 രൂപയാണ് കൂടുതൽ ചോദിച്ചത്. അപ്പോൾ ബൽവിന്ദർ പറഞ്ഞ് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നടന്നു വരാനായിട്ട്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഷോർട്ട് കട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ അവന്മാർ നല്ല പൈസ കൂടുതലാണ് ചോദിച്ചത്. പിന്നെ നമ്മളവിടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നില്ലേ, അതിൽ ചേട്ടന്മാർക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പിന്നെ ആ ചേട്ടന് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഏതാണ്ട് എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ 230 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇതുവരെ പിന്നെ 200 രൂപ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വരാൻ 200, അവിടെ നിന്ന് ഇങ്ങോട്ട് 230, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 200 രൂപ. അത് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു, അടുത്താണ്. പിന്നെ ഇവരിവിടെ ഗുരുദ്വാരയിൽ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിക്ക് അവർ പൈസ ചാർജ് ചെയ്യുന്നില്ല. നാളെ രാവിലെ തൊട്ട് പെർ ഹെഡ് 200 റുപ്പീസ്. പിന്നെ ബൽവിന്ദറിനെ എങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും രവി ബ്രോയും കൂടെ, രവി നിങ്ങൾക്കറിയായിരിക്കും, എന്നോട് മറ്റേ പണ്ട് സൈക്കിളിൽ നമ്മൾ കൊൽക്കത്തയിൽ വെച്ച് പരിചയപ്പെട്ട പയ്യനാണ് രവി. അവനെ ഞാൻ നാളെ കാണിച്ചു തരാം, നാളെ വരണുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും കൂടെ കന്യാകുമാരിയിൽ സൺറൈസ് കാണാൻ വേണ്ടി പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ബൽവിന്ദർ ഭയ്യെ. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കൂട്ടായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കും. അങ്ങനെയൊക്കെ ആയതിനു ശേഷം സോ വാട്ട് യു ഫീൽ? यू कैन टॉक इन हिंदी मैन. सो मैं जब आदर्श ब्रो को पिकअप करने गया तो मैं देख के हंस रहा था कि भाई, मैं सोचा था कि भाई आदर्श ब्रो के साथ मुंजल्स ना हो, और जो मैंने सोचा था वही हो गया. सो मैं जाने के बाद मैं मैं उनको लेने जाता हूँ. और बिकॉज अगर मैं इनको लेने नहीं जाता तो वहाँ से आना इनको लिए मेरे हिसाब से इम्पॉसिबल हो जाता, क्योंकि ऑटो वाले इनसे डबल ट्रिपल पैसे मांगते हैं. सो मैं यहाँ से गया और जाने के बाद मैं इनको 50 रुपये में लेके आया हूँ. और अभी क्या कुछ भाई ऐसा है कि हम जब मिले थे तब जैसे ऐसे अननोन पर्सन की तरह मिले थे. अब ऐसा हो गया कि भाई वी लाइक ए ब्रदर्स नाउ. सो मेरा कोई प्लान नहीं था कहीं भी जाने का, क्योंकि मैं थोड़े से घर के कामों में फंसा हुआ था. तो ये रवि भाई का मेरे पास कॉल आता है कि भाई हम ऐसे प्लान कर रहे हैं, तो तू चल रहा है. सो मेरे दिमाग में चल तो रहा था कि जाना है. रवि का जब फ़ोन आया मेरे पास तो मैं कहा भाई चलो आप चलते हैं. सो देन आई कम ओवर हियर. सो अब हम कोहिमा की तरफ ट्रैवल करेंगे. सो चलो
अब वो आदर्श ब्रो तुमसे बात ആ करते हैं। പിന്നെ നമ്മളിവിടെ താഴെയുള്ള സെക്യൂരിറ്റി ചേട്ടനുണ്ട് ഭയ്യ ആവോ ഭയ്യ ആവോ ഇതറാവോ ഏ കമോൺ മാൻ इस भाई का बहुत बहुत धन्यवाद क्योंकि अभी रात के 11:30 बजे हुए हैं और ये भाई बहुत हमारे लिए वेट किया है इस भाई ने। आसाम के बारे में मालूम नहीं है, लोग को बोला है आसाम घूम के जाओ, आसाम में आया है എന്ന് പറഞ്ഞാൽ भाई ने मेरे को बताया कि 2-3 जगह और हैं, तुम घूम के जाओ, शिवसागर, तिनसुकिया। और अब भाई ने मेरे को बताया है तो कभी हम दोबारा से ये प्लान भी बनाएंगे क्योंकि हमारा कोहिमा का पहले प्लान बन चुका था, तो हम आगे और प्लान बनाएंगे। എന്ന് പറഞ്ഞാലേ നമ്മൾ ഇവനാണ് ഇവിടെ ആ അപ്പോൾ അവൻ അൽവീന്ദർ ബൈ ആണെങ്കിൽ ഇവിടെ 2 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്ക് ഇവിടെ വന്നതും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഗുരുദ്വാരയിൽ സംസാരിച്ച് ഞാനിതൊരു രാത്രി വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം താഴെ ലോക്ക് ചെയ്യണമല്ലോ, അപ്പോൾ ഉറങ്ങാതെ അവിടെ ഇരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഐ എം ഫ്രം കേരള, സോ ഐ എം സ്പീക്കിംഗ് മലയാളം. ഓ എനിക്ക് മലയാളം അറിയാം കേട്ടോ. അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കേരളത്തിൽ. കോട്ടയം. ഓ കോട്ടയത്ത് ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലം. അപ്പം നമ്മളെ പയ്യെ ഓക്കെ. സോ യു ക്യാൻ ടോക്ക് ഇൻ മലയാളം. കുറച്ച് അപ്പം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. എനിക്ക് ഇനി ഇങ്ങനത്തെ മലയാളം സംസാരിച്ചാൽ മതിയല്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്ന സമയം കേട്ടോ. നമ്മളിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാവിലെ അല്ല ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ബൈ ഫോർ നൗ. ബൈ ബൈ ബൈ.